നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൻസിൽവേനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ ആക്രമണത്തിൽ യുഎസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വെടിയേറ്റ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ സുഹൃത്തിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട്. രാഷ്ട്രീയത്തിൽ ആക്രമണത്തിന് സ്ഥാനമില്ലെന്നും മോദി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. എന്റെ സുഹൃത്ത് യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ആക്രമണത്തിന് സ്ഥാനമില്ല. അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് യുഎസിൽ സ്ഥാനമില്ലെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. വിഷയത്തെ എല്ലാവരും അപലപിക്കേണ്ടതുണ്ട്. ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും ബൈഡൻ വ്യക്തമാക്കി. ദ്രുതഗതിയിൽ നടപടിയെടുത്ത യുഎസ് സീക്രട്ട് സർവീസിനോടും മറ്റ് നിയമപാലകരോടും ഇവാങ്ക ട്രംപ് തന്റെ നന്ദി അറിയിച്ചു. പിതാവിനും ആക്രമണത്തിനിരയായ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും നന്ദി. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നുവെന്നും ഇവാങ്ക പ്രസ്താവനയിൽ അറിയിച്ചു. പെൻസിൽവേനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കിനിടെയാണ് ട്രംപിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ട്രംപിന്റെ വലത് ചെവിക്ക് വെടിയേറ്റു. സംഭവസ്ഥലത്ത് നിരവധി തവണ വെടിവെച്ച് കേട്ടതായാണ് റിപ്പോർട്ട്. ഉടൻ തന്നെ സുരക്ഷാ സേനാംഗങ്ങൾ ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റി സുരക്ഷിതനാക്കി. വലത് ചെവിയുടെ മുകൾ ഭാഗത്താണ് വെടിയുണ്ട തുളച്ചു കയറിയതെന്നും ആക്രമിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ലെന്നും നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വലത് ചെവിയുടെ മുകൾ ഭാഗത്താണ് എനിക്ക് വെടിയേറ്റത്. വെടിയേറ്റോ കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. പിന്നാലെ എന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി. വലിയ രീതിയിൽ രക്തസ്രാവമുണ്ടായി. അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് സംഭവത്തെക്കുറിച്ച് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. വെടിവയ്പ് നടന്നതിന് പിന്നാലെ ദ്രുതഗതിയിൽ ഇടപെട്ട യുഎസ് സീക്രട്ട് സർവീസ് അംഗങ്ങൾക്കും നിയമപാലകർക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ മകൾ കുറിച്ചു. ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ വേദിയിൽ നിന്ന് വെടിവെച്ച കേട്ടിരുന്നെങ്കിലും ഇതാദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തൊട്ടു പിന്നാലെ വെടിയേച്ചുകൾക്കൊപ്പം അദ്ദേഹം വലത് ചെവി പൊത്തിപ്പിടിക്കുന്നതും ഉടൻ തന്നെ സുരക്ഷാ സേനാംഗങ്ങൾ ഓടിയെത്തി അദ്ദേഹത്തെ സുരക്ഷിതമാക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. വെടിവെപ്പിൽ അദ്ദേഹത്തിന്റെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പെൻസിൽവേനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ ആക്രമണത്തിൽ വെടിയേറ്റതിനെ കുറിച്ച് പ്രതികരണവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ചെവിക്കാണ് തനിക്ക് വെടിയേറ്റതെന്നും എന്നാൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആക്രമിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വലത് ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് തനിക്ക് വെടിയേറ്റതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെടിവെപ്പ് നടന്നതിന് പിന്നാലെ വളരെ വേഗത്തിലാണ് ആളുകൾ സുരക്ഷാ അംഗങ്ങൾ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് മാറ്റുന്നതും വേദിയിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്തും അദ്ദേഹം ജനങ്ങളെ നോക്കി അഭിവാദ്യം അർപ്പിക്കുന്നതായിട്ടും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാകും.